Celebrating 50 years. Majestic Jewelers. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിൽ സർക്കാർ നിലപാട് മുസ്ലിം സമുദായത്തെ മുറിവേൽപ്പിച്ചെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ തീരുമാനത്തിൽ ആശങ്കയുണ്ട്. അവകാശങ്ങൾ കവർന്നുകൊണ്ടല്ല, മറിച്ച് എല്ലാവരുടെയും അവകാശങ്ങളെ മാനിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ മുസ്ലിം സംഘടനകളുടെ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100% അർഹതപ്പെട്ട സ്കോളർഷിപ്പാണ് നഷ്ടപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസപരമായിട്ട് അവരെ എങ്ങനെയെല്ലാം കൈപിടിച്ച് ഉയർത്തുവാൻ കഴിയും എന്നതാണ് ഒരു സർക്കാർ ചിന്തിക്കേണ്ടത്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വിഭാഗീയത പാടില്ല. ഇപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗിനെ നമുക്ക് അതിൻ്റെ പേരിലാണ് അനുമോദിക്കേണ്ടി വരുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാജ്യപുരോഗതിക്ക്, രാജ്യത്തിൻ്റെ ആസൂത്രണത്തിന് ഇവിടെ ജനങ്ങൾക്കിടയിലുള്ള ഈ പിന്നോക്കാവസ്ഥയും ദാരിദ്ര്യവുമൊക്കെ അതിനെ തടസ്സം നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യോഗ്യത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് യോഗ്യതയുള്ള പൗരന്മാരാണ്. അതായത് ഒരുപാട് ജനസംഖ്യ ഉണ്ടായിട്ട് രാജ്യത്തിന് കാര്യമില്ല. വിദ്യാഭ്യാസവും ഉയർന്ന യോഗ്യതകളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെയുള്ള തലമുറകളാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മുൻ രാഷ്ട്രപതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ അവിടെ അതിനൊക്കെ തടസ്സം നിൽക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് കേരളത്തിലിപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ കുറച്ച് കാലങ്ങളായി നല്ല വളർച്ച വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർച്ചയിലെത്താൻ നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുന്നുണ്ട്. പഠിക്കാനുള്ള അവരുടെ താല്പര്യം, അവരെ പഠിപ്പിക്കാനുള്ള രക്ഷിതാക്കളുടെ താല്പര്യം, ഇതൊക്കെ കൊണ്ട് തന്നെ നല്ല ഉയർന്ന മാർക്കുകളൊക്കെ വാങ്ങി വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇങ്ങനെയുള്ള തടസ്സം അതാണ് മുറിവേറ്റിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇവിടുത്തെ ആ നല്ല ആ പ്രതീക്ഷയാണ് ഇവരിപ്പോൾ തച്ചുടച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു മുറിവേറ്റ വികാരമാണ് എല്ലാ സമുദായങ്ങൾക്കും, എല്ലാ സംഘടനകൾക്കും ഉള്ളത്. അതാണ് ഇന്നലത്തെ യോഗത്തിൽ പ്രതിഫലിച്ചത്.